ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 വാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം ചോദ്യപേപ്പറിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വോയിസിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, ചോദ്യവും ആൻസറും വായിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ഒന്നാമത്. അസ്സലാത്തു ഹൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ്. എന്താണെന്നാണ് ടിക്ക് ചെയ്യേണ്ടത്. എന്താണ്? നിസ്കാരമാണ് ഉറക്കിനേക്കാൾ ഉത്തമം. അപ്പോൾ നിസ്കാരം എന്നത് ടിക്ക് ചെയ്യണം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഉപ്പ ആരാണ്? ആമിന ബീവിയുടെ ഉപ്പ ആരാണെന്നാണ്. വഹബിൻ്റെ മകൾ ആമിന എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വഹബ്. മൂന്നാമത്തത്, സ്വർഗത്തിൻ്റെ രണ്ട് വാതിലുകൾ മാതാപിതാക്കൾ എന്നതാണ്. അടുത്തത്, നിസ്കാരത്തിൽ 2ാം റക്അത്തിലെ സുജൂദുകൾക്ക് ശേഷം ഓതണം. 2ാം റക്അത്തിലെ സുജൂദുകൾക്ക് ശേഷം അത്തഹിയാത്താണ് ഓതേണ്ടത്. അഞ്ചാമത്തത്, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയ ഒരു സ്ഥലം ബഗ്ദാദിലേക്കാണ് പോയത്. അടുത്തത്, ഞാൻ കഅബ പൊളിക്കാൻ വന്നതാണ്. ഇത് പറഞ്ഞതാര്? അബ്രഹത്താണ് പറഞ്ഞത്. അടുത്തത്, ദീനിൻ്റെ തൂണാണ് എന്ത്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അപ്പോൾ നിസ്കാരം എന്നതിൻ്റെ അറബിയാണ് അവിടെ അസ്സലാത്ത് എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തത്, നമുക്ക് കളിക്കാം എന്നാണ് അർത്ഥം. കളിക്കാം എന്നതിൻ്റെ അറബി വരുന്നത് നൽഅബ് എന്നാണ്. നമ്മളെ ബൈത്തിൽ നിന്നാണ് വന്നത്. അടുത്തത്, ജാബിറുൻ വലതുൻ സോലിഹുൻ എന്നാണ് അവിടെ മാച്ചായത്. അടുത്തത്, പല്ലുകൾ എന്നാണ് അർത്ഥം. പല്ലുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അസ്നാൻ എന്നാണ്. അപ്പോൾ അവിടെ അസ്നാൻ എന്നതാണ്. അടുത്ത ഇനി മാച്ച് ചെയ്യാനാണ്. നമുക്ക് കുനൂത്ത് അങ്ങനെയുള്ള ദിക്റുകളാണ് വന്നത്. എന്താണ്? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. അപ്പോൾ അതിൻ്റെ എഴുതണം. ഫലക്കൽ ഹംദു അലാമാ ഖളൈത്ത്. അപ്പോൾ അതിൻ്റെ എഴുതാം. അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക, പള്ളിയിൽ കയറുമ്പോഴുള്ളത്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്താണ്? മിൻ അദാബിൽ കബരി. അതിൻ്റെ എഴുതാം. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അപ്പം അതിൻ്റെ എഴുതാം. അപ്പോൾ അതാണ് മാച്ച് ചെയ്യാൻ വന്നത്. ഇനി പൂരിപ്പിക്കാനാണ്. പരിശുദ്ധ മക്കയിലാണ് കഅബ. അപ്പോൾ അവിടെ മക്ക എന്നതാണ് നമുക്കവിടെ വിട്ട ഭാഗത്ത് വന്നത്. അടുത്തത്, ഉമ്മ ഫാത്തിമയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത്. അപ്പോൾ അവിടെ ഫാത്തിമ എന്നതാണ് വിട്ടത്. ലോക മുസ്ലിങ്ങൾ റബിയുൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കുന്നു. റബിയുൽ അവ്വൽ എന്നത് അവിടെ എഴുതണം. അടുത്തത്, ഉസ്താദുമാരുടെ മുമ്പിൽ അദബോടെ ഇരിക്കണം. അടുത്തത്, ഉസല്ലി ഫർലൽ ഇഷാ അർബഅ റക്അത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. അപ്പോൾ അവിടെ അർബഅ റക്അത്തി എന്ന് എഴുതണം. അടുത്തത്, ഫാത്തിമ ബിൻതുൻ സൊയീറുൻ. ഇതിൽ പെൺകുട്ടി എന്നതിൻ്റെ അറബി പദം ബിന്ത് എന്നാണ്. അടുത്തത്, കുനൂത്ത് ഓതേണ്ട നിസ്കാരത്തിൻ്റെ പേര് സുബ്ഹാണ്. സുബ്ഹ് നിസ്കാരത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ആര്? അല്ലാഹു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കാരണം നല്ലവരായി മാറിയ ആര്? കൊള്ളക്കാര്. നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേര് എന്തായിരുന്നു? അൽ അമീൻ എന്നാണ്. അടുത്തത്, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അപ്പോൾ അത് മുഴുവനായിട്ട് അവിടെ എഴുതണം. അടുത്തത്, ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തത് അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. അടുത്തത്, മോനെ കളവ് പറയരുത്. ആരോട് പറഞ്ഞതാണ്? ഉമ്മ ഫാത്തിമ ജീലാനി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞത് എന്ന് എഴുതാം. അവിടെ പേര് നിർബന്ധമൊന്നുമില്ല. അടുത്തത്, അല്ലാഹു തആല നമുക്ക് നാവ് തന്നത് എന്തിനാണ്? സത്യം പറയാൻ, ദിക്റുകൾ ചൊല്ലാൻ. അടുത്ത്, അറബിയിലേക്ക് വിവർത്തനം ചെയ്യണം. എന്താണ്? മുഹമ്മദ് നല്ല കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ എന്താ? മുഹമ്മദുൻ വലതുൻ സോലിഹുൻ.
അപ്പോൾ എത്രയാണ് ദുറൂസിൽ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വോയിസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.